हरि ओम। ओम सहना भवतु, सहनौ भुनक्तु, सह वीर्यं करवावहै, तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम. ബ്രഹ്മസൂത്രത്തിൻ്റെ അഞ്ചാമത്തെ സൂത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവത്പാദ ശങ്കരാചാര്യദേവൻ നൽകിയിട്ടുള്ള ഭാഷ്യമാണ്, വ്യാഖ്യാനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനകർമ്മണി ബ്രഹ്മണഃ തദൈക്ഷത ഇതി കർത്തൃത്വ വ്യപദേശ ഉപപത്തേഃ ന വൈഷമ്യം. ജ്ഞാനകർമ്മത്തിലൂടെ ബ്രഹ്മൻ അതിനെ സങ്കൽപ്പിച്ചു. അസത്യപി, അതായത് ജ്ഞാനകർമ്മം ഇല്ലാതെ തന്നെ ഈ പ്രപഞ്ചം വരുന്നതിന് മുമ്പ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിന് മുമ്പ് ബ്രഹ്മനിൽ ജ്ഞാനകർമ്മം ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ തദ് ഐക്ഷത ഇതി, അത് സങ്കൽപ്പിച്ചു എന്ന് കർത്തൃത്വ വ്യപദേശ ഉപപത്തേഹേ എന്ന് പറയുമ്പോൾ അവിടെ ബ്രഹ്മൻ്റെ കർത്ത ആവുന്ന അവസ്ഥ, കർത്തൃത്വം, അതവിടെ ഉപദേശിച്ചിരിക്കുന്നു. അത് യുക്തിപരമാണ്. ന വൈഷമ്യം, അവിടെ ഒരു വിഷമവും ഇല്ല, അതിൽ ഒരു പ്രശ്നവും ഇല്ല. കർമ്മ അപേക്ഷായാം തു ബ്രഹ്മണി ഈക്ഷതൃത്വ ശ്രുതയഃ സുതരാം ഉപപന്നാഃ. ബ്രഹ്മൻ ഈക്ഷണകർമ്മം ചെയ്യുന്നു, അതായത് സങ്കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് ബ്രഹ്മനിൽ കർത്തൃത്വം അല്ലെങ്കിൽ കർമ്മം ചെയ്യാനുള്ള കഴിവ്, കർത്താവ് എന്ന് പറയുന്നത് ശ്രുതിയാണ്, വേദങ്ങളാണ്. അപ്പോൾ ബ്രഹ്മനെ കർമ്മത്തിനോട് ബന്ധപ്പെടുത്തി ബ്രഹ്മണി ഈക്ഷതൃത്വ, ബ്രഹ്മനിൽ സങ്കൽപ്പിക്കുന്ന ശക്തി അല്ലെങ്കിൽ സങ്കൽപ്പിക്കുന്നത് എന്നുള്ള കർമ്മം ബന്ധപ്പെടുത്തുന്നത് ശ്രുതിയാണ്. ശ്രുതയഃ, ശ്രുതികളാണ്, അതായത് വേദങ്ങളാണ്, ശ്രുതിവാക്യങ്ങളാണ്. സുതരാം, അതിനാൽ, ഉപപന്നാഹ, അത് യുക്തിപരമാണ്. കാരണം വേദങ്ങളാണ് ഈ കാര്യം പറയുന്നത്, അതുകൊണ്ട് അത് യുക്തിപരമാണ്. കിം പുനസ്തത് കർമ്മ, എന്താണ് ആ കർമ്മം? ആ കർമ്മം എന്താണ്? തത് കർമ്മ, ആ കർമ്മം എന്താണ്? യത് പ്രാഗുത്പത്തേഃ ഈശ്വരജ്ഞാനസ്യ വിഷയോ ഭവതി ഇതി. ആ കർമ്മം എന്താണ്? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിന് മുമ്പ് തന്നെ, പ്രപഞ്ചം ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഈശ്വരൻ്റെ ജ്ഞാനത്തിൻ്റെ വിഷയമാകുന്ന ആ കർമ്മം എന്താണ്? അല്ലെങ്കിൽ ഈശ്വരൻ്റെ ജ്ഞാനം കൊണ്ട് ചെയ്യുന്ന ആ കർമ്മം എന്താണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. തത്വ അന്യത്വാഭ്യാം അനിർവചനീയേ നാമരൂപേ അവ്യാകൃതേ വ്യാചീകീർഷിതേ ഇതി ബ്രൂമഃ. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അതിന് നമ്മൾ, അതായത് അദ്വൈത വേദാന്തി, നമ്മൾ കൊടുക്കുന്ന ഉത്തരം ഇതി ബ്രൂമഃ, ഇങ്ങനെ
പറയുന്നു. തത്വ അന്യത്വാഭ്യാം തത്വ സത്ത്, അന്യത്വ അസത്ത്. സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത്, നിലനിൽപ്പുള്ള ഒരു വിഷയം. അന്യത്വ എന്ന് പറഞ്ഞാൽ സത്തല്ലാത്തത്, അതായത് നിലനിൽപ്പില്ലാത്ത ഒരു വിഷയം. അപ്പോൾ നിലനിൽപ്പുണ്ട്, നിലനിൽപ്പ് ഇല്ല എന്ന് അനിർവചനീയേ എന്ന് പറയാൻ പറ്റാത്ത വിഷയം. അത് ഉണ്ടെന്നും പറയാൻ പറ്റില്ല, അത് ഇല്ല എന്നും പറയാൻ പറ്റില്ല. അത് അവ്യാകൃത, അതായത് അത് പ്രകാശിച്ചിട്ടില്ല, അതായത് അത് വെളിപ്പെട്ടിട്ടില്ല, അതിന് ഇപ്പോഴും ഒരു നിലനിൽപ്പ് ഉണ്ടായിട്ടില്ല. അതാണ് അവ്യാകൃത. വ്യാചികീർഷിത്തെ വിശദീകരിക്കാൻ താല്പര്യമുള്ള, എന്തിനെയാണോ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നാമരൂപേ, അതാണ് കർമ്മം. സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈശ്വരൻ്റെ കർമ്മം, അതായത് ഈശ്വരൻ്റെ ജ്ഞാനം കൊണ്ട് വരുന്ന കർമ്മം എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനത്തെ ചോദ്യത്തിനർത്ഥം ഈശ്വരൻ്റെ സൃഷ്ടി ഉണ്ടാവുന്ന മുമ്പ് തന്നെ ആ സൃഷ്ടിനെ പ്രേരിപ്പിക്കാൻ എന്താണ് ഉള്ളത് എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഇല്ല എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സത്ത് എന്നോ അസത്ത് എന്നോ അതിനൊരു നിർവചനം, അതായത് അതിനൊരു വ്യാഖ്യാനം കൊടുക്കാൻ പറ്റില്ല. അതിനെ സത്ത് എന്നും പറയാൻ പറ്റില്ല, അസത്ത് എന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു തത്വം, ആ തത്വം നാമരൂപമാണ്. നാമരൂപം ആണ്. പക്ഷേ ഈശ്വരൻ സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ് അതിനൊരു നിലനിൽപ്പില്ല, അതിനൊരു നിലനിൽപ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അവ്യാകൃത അതിന് നിലനിൽപ്പില്ലാത്ത നാമരൂപമാണ്, നിലനിൽപ്പുണ്ടായിട്ടില്ല. മാത്രമല്ല അതിനെ പ്രകാശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതാണ്. ആരാഗ്രഹിക്കുന്നു? ഈശ്വരൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ നിലനിൽപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും അവിദ്യ കൊണ്ട് ഉണ്ടാകുന്ന സൃഷ്ടിയാണ്. സൃഷ്ടി അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ടല്ല ഉണ്ടാവുന്നത്. അതുകൊണ്ട് അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടെന്നും പറയാൻ പറ്റില്ല. അതേസമയം അത് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നാമവും രൂപവും ആയ കർമ്മമാണ്. ആ കർമ്മമാണ് ഈശ്വരൻ്റെ ജ്ഞാനം കൊണ്ട് സൃഷ്ടിന് മുമ്പ് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതെങ്ങനത്തെ കർമ്മമാണ്? യത് പ്രസാദാത് ഹി യോഗിനാമപി അതീത അനാഗത വിഷയം പ്രത്യക്ഷം ജ്ഞാനമിച്ഛന്തി യോഗശാസ്ത്രവിദഃ. എന്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ, അല്ലെങ്കിൽ ഏത് തത്വത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ, യത് പ്രസാദാത്, എന്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ, തീർച്ചയായിട്ടും എന്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ, യോഗിനാമപി, യോഗിമാർ പോലും, അതീതാൻ,
അതീത കഴിഞ്ഞ കാലത്തെ, ഭൂതകാലത്തിൻ്റെ, അതീത അനാഗത വിഷയം, ഭൂതകാലത്തിൻ്റെയും ഭാവിയിൻ്റെയും അനാഗത എന്ന് വെച്ചാൽ ആഗത വന്നത്, അനാഗത വരാത്തത് വിഷയം, ആ വിഷയം, അതായത് ഭാവിയിൻ്റെ വിഷയം പ്രത്യക്ഷം ജ്ഞാനമിച്ഛന്തി, അതിൻ്റെ പ്രത്യക്ഷ ജ്ഞാനം ആരാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ അത് അറിയുന്നത്, ഏത് തത്വത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ യോഗിമാർ പോലും കഴിഞ്ഞ കാലത്തിൻ്റെയും ഭാവിയിൻ്റെയും കാര്യങ്ങൾ അറിയുന്നത്, അതിൻ്റെ ജ്ഞാനം ലഭിക്കുന്നത്, യോഗശാസ്ത്രവിദഃ എന്ന് യോഗശാസ്ത്രം അറിയുന്നവർ പറയുന്നു, യോഗശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. കിമു വക്തവ്യം തസ്യ നിത്യസിദ്ധസ്യ ഈശ്വരസ്യ സൃഷ്ടിസ്ഥിതി സംഹൃതി വിഷയം നിത്യജ്ഞാനം ഭവതി ഇതി. അപ്പോൾ കിമു വക്തവ്യം, യോഗശാസ്ത്രങ്ങളുടെ ജ്ഞാനമുള്ള പണ്ഡിതന്മാർ പറയുന്നു, ആ തത്വത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് യോഗിമാർ പോലും വരാനിരിക്കുന്ന കാലത്തിനെക്കുറിച്ചും കഴിഞ്ഞിരിക്കുന്ന കാലത്തിനെക്കുറിച്ചും അറിയുന്നത് എന്ന് പറയുമ്പോൾ, തസ്യ നിത്യസിദ്ധസ്യ ഈശ്വരസ്യ, ആ തത്വം, അതായത് ആ ഈശ്വരൻ, ഈ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് യോഗിമാർ പോലും വരാൻ പോകുന്ന കാലത്തിൻ്റെ, അതായത് ഭാവിയുടെ കഴിഞ്ഞുപോയ കാലത്തിൻ്റെ, ഭാവിയുടെയും കഴിഞ്ഞുപോയ കാലത്തിൻ്റെയും വിഷയങ്ങളെ കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ ആര് പറയുന്നു? യോഗശാസ്ത്രത്തിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ, അതായത് യോഗശാസ്ത്രത്തിൻ്റെ വിദഗ്ധന്മാർ പറയുന്നു. അങ്ങനെ ഇരിക്കെ ആ ഈശ്വരൻ്റെ, തസ്യ നിത്യസിദ്ധസ്യ ഈശ്വരസ്യ, നിത്യസിദ്ധനായ ഈശ്വരൻ്റെ, എപ്പോഴും സിദ്ധി പ്രാപിച്ചിട്ടുള്ള ഈശ്വരൻ്റെ സൃഷ്ടിസ്ഥിതി സമൃദ്ധി വിഷയം, സൃഷ്ടി സംരക്ഷണം സംഹാരം, സൃഷ്ടി സംരക്ഷണം സംഹാരം, സൃഷ്ടിസ്ഥിതി പ്രളയ, സൃഷ്ടി സംരക്ഷണം സംഹാരം എന്ന വിഷയത്തിനെക്കുറിച്ച് നിത്യജ്ഞാനം ഭവതീതി, നിത്യം ശാശ്വത ജ്ഞാനം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കിമു വക്തവ്യം, പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? ആ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ കാലം, വരാൻ പോകുന്ന കാലം, അല്ലെങ്കിൽ ഭൂതകാലം, ഭാവി എന്ന കാലങ്ങളിലെ ജ്ഞാനം യോഗിമാർക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ, ആ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണല്ലോ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഈശ്വരന് തന്നെ സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നുള്ളതിൻ്റെ കുറിച്ച് ശാശ്വതമായി ജ്ഞാനമുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. യദപി യുക്തം, പിന്നെ സാഖ്യർ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, പ്രാഗുത്പത്തേഹ ബ്രഹ്മണഃ, സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ബ്രഹ്മനിൽ ശരീരാദി സംബന്ധം അന്തരേണ ഈക്ഷിതൃത്വം അനുപപന്നം ഇതി. കുറച്ചു മുമ്പ് സാഖ്യർ പറഞ്ഞു, സൃഷ്ടി ഉണ്ടാകുന്ന മുമ്പ് ബ്രഹ്മനിൽ ശരീരം എന്നിവ, ശരീരം, പ്രാണൻ എന്നിവ ബ്രഹ്മനോട് അതിന് ഒരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ശരീരാദി
സംബന്ധം അന്തരേന ശരീരം എന്നിവ ബ്രഹ്മനിൽ ബന്ധപ്പെടാത്തതുകൊണ്ട്, അന്തരേന ഇല്ലാത്തതുകൊണ്ട്, ഈക്ഷിതൃത്വം ബ്രഹ്മനിൽ സങ്കൽപ്പിക്കുന്ന ശക്തി അനുപപന്നം എത്തി, അത് യുക്തിപരമല്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? സാഖ്യർ പറഞ്ഞു. ന തച്ച ഉദ്യമ അവതരത്തി, ആ എതിർപ്പ് അത് യുക്തിപരമല്ല എന്ന് അദ്വൈത വേദാന്തി ഞങ്ങൾ പറയുന്നു. സവിതൃ പ്രകാശവത് ബ്രഹ്മണോ ജ്ഞാനസ്വരൂപ നിത്യത്വേ ജ്ഞാനസാധന അപേക്ഷ അനുപപത്തേ. കാരണം ബ്രഹ്മണഃ ജ്ഞാനസ്വരൂപ നിത്യത്വേ സവിതൃ പ്രകാശവത്, സവിതൃ സൂര്യൻ്റെ പ്രകാശം പോലെ, എങ്ങനെയാണോ സൂര്യൻ്റെ പ്രകാശമുള്ളത് അതുപോലെ ബ്രഹ്മണഃ ബ്രഹ്മനിൽ ജ്ഞാനസ്വരൂപ നിത്യത്വേ ബ്രഹ്മൻ്റെ ജ്ഞാനസ്വരൂപം അത് ശാശ്വതമാണ്. ബ്രഹ്മൻ്റെ ജ്ഞാനം ശാശ്വതമാണ്. അതുകൊണ്ട് ജ്ഞാനസാധന അപേക്ഷ അനുപപത്തേ, അതുകൊണ്ട് തന്നെ ബ്രഹ്മന് ജ്ഞാനത്തിന് ഒരു നിമിത്തവും ആവശ്യമില്ല. ജ്ഞാനത്തിന് വേറെ ഒന്നും ആവശ്യമില്ല. ശരീരം പോലെ വേറെ ഒന്നും ആവശ്യമില്ല. കാരണം ബ്രഹ്മനിൽ ജ്ഞാനം ശാശ്വതമാണ്. അതുകൊണ്ട് ബ്രഹ്മന് ഒരു നിമിത്തവും ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനത്തിന് വേണ്ടി സാധന അപേക്ഷ അനുപപത്തേ, ബ്രഹ്മൻ ഏതൊരു നിമിത്തത്തിനെയും ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ഏതൊരു നിമിത്തത്തിനെയും ആശ്രയിച്ചല്ല ഇരിക്കുന്നത് ബ്രഹ്മൻ. അങ്ങനെ പറയുന്നത് ബ്രഹ്മൻ ഒരു നിമിത്തത്തിനെ, ഏതെങ്കിലും ഒരു നിമിത്തത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അനുപപത്തേ, അത് യുക്തിപരമല്ല. അത് യുക്തിപരമല്ല. അപ്പോൾ ഇവിടെ ഇതാണ് പറയുന്നത്, ബ്രഹ്മനിൽ സങ്കല്പിക്കുന്ന ശക്തി ഉണ്ട്. അത് ഒരിക്കലും സൃഷ്ടി ഉണ്ടായിട്ട് വരുന്നു എന്ന് പറയാൻ പറ്റില്ല. അത് ഒരിക്കലും യുക്തിപരമാകില്ല എന്നാണ് പറയുന്നത്. അപ്പിച്ച അവിദ്യാദിമതഃ സംസാരിണഃ ശരീരാദി അപേക്ഷ ജ്ഞാനോത്പത്തി സ്യാത്. അപ്പിച്ച മാത്രമല്ല, അവിദ്യാദിമതഃ സംസാരിണഃ, സംസാരി അതായത് ഒരു ജീവി, ആ ജീവി അവിദ്യാദിമതഃ അവിദ്യയുള്ളതുകൊണ്ട്, അജ്ഞാനമുള്ളതുകൊണ്ട് ശരീരാദി അപേക്ഷ ജ്ഞാനോത്പത്തി സ്യാത്, ശരീരം എന്നിവ ആശ്രയിച്ചുകൊണ്ട്, അപേക്ഷ ശരീരം എന്നിവ അപേക്ഷ ആശ്രയിച്ചുകൊണ്ട് ജ്ഞാനോത്പത്തി സ്യാത്, ജ്ഞാനമുണ്ടാകുന്നു. ഒരു ജീവനിൽ, സംസാരി ജീവനിൽ ശരീരം എന്നിവ ആശ്രയിച്ചുകൊണ്ട് ജ്ഞാനമുണ്ടാകുന്നു. അത് ശരിയാണ്. കാരണം ആ സംസാരി അവിദ്യാദിമതഃ, ആ സംസാരി അജ്ഞാനം ഉള്ള സംസാരിയാണ്. സംസാരി എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ജനിക്കുന്നു, വീണ്ടും വീണ്ടും മരിക്കുന്നു. അവിദ്യയുള്ളതുകൊണ്ട്, അജ്ഞാനമുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ ജീവിക്ക് ശരീരം എന്നിവ വേണം. അത് ആശ്രയിച്ചാണ് ജ്ഞാനം ഉണ്ടാകുന്നത്, ജ്ഞാനത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടാവുന്നത്, അതായത് ജ്ഞാനം അവിടെ വരുന്നത്. ന ജ്ഞാന പ്രതിബന്ധക കാരണരഹിതസ്യ ഈശ്വരസ്യ, ന ജ്ഞാന പ്രതിബന്ധ കാരണരഹിതസ്യ ഈശ്വരസ്യ, ജ്ഞാനത്തിൻ്റെ പ്രതിബന്ധ തടസ്സമായ, ജ്ഞാനത്തിന് തടസ്സമായ കാരണങ്ങൾ ഇല്ലാതെ ഈശ്വരനിൽ, അതായത് ഈശ്വരന്
ജ്ഞാനം ഇല്ലാത്തൊരവസ്ഥയില്ല. ഈശ്വരൻ്റെ ജ്ഞാനം തടസ്സമാക്കാൻ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ജ്ഞാനം ഇല്ലാതാക്കാൻ ഒരു കാരണവും അവിടെ ഇല്ല. അപ്പോൾ ഈശ്വരന് ശരീരം എന്നിവ ആവശ്യമില്ല. ഈശ്വരൻ ശരീരം എന്നിവ ആശ്രയിക്കുന്നില്ല. അത് ഒരു സാധാരണ ജീവി വീണ്ടും വീണ്ടും ജനിക്കുന്നു, വീണ്ടും വീണ്ടും മരിക്കുന്നു. ജ്ഞാനം ലഭിക്കാൻ പല തടസ്സങ്ങളുള്ള പ്രതിബന്ധ ഉള്ള ജീവിക്കാണ് ശരീരം എന്നിവ ആശ്രയിക്കേണ്ട ഒരു നിർബന്ധം. മറിച്ച് ഈശ്വരന് അങ്ങനെ ഒരു ജ്ഞാനത്തിനെ തടഞ്ഞു നിർത്തുന്ന ഒരു കാരണവും ഈശ്വരനിലില്ല. അതുകൊണ്ട് ഈശ്വരന് അങ്ങനത്തെ ശരീരം എന്നുള്ള നിമിത്തങ്ങൾ ഒന്നും ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.